Dear students, welcome all of you to the class. This is our third video of your third chapter, Pairs of Equations. മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. Here is a question for you. 3 pencil and 4 pen cost 26 rupees. 6 pencil and 3 pen cost 27 rupees. Here the second person paid more. The payment is more in the case of second person. But considering the articles, we cannot say the article is more with the second person. Here pencil is more here in the with the second person, but pen is more with the first person. As in the case of the earlier video, we cannot find out from subtracting these equations. ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇക്വേഷൻ 2 ആണല്ലോ ഗ്രേറ്റർ 27. ഇക്വേഷൻ 2ന്ന് ഇക്വേഷൻ 1 കുറച്ചാൽ എന്താ കിട്ടുമെന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അങ്ങനെ നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ആർട്ടിക്കിളിലുള്ള ഡിഫറൻസും കണ്ടുപിടിക്കണം, പേയ്മെൻറ്റിലുള്ള ഡിഫറൻസും കണ്ടുപിടിക്കണം. ആർട്ടിക്കിളിലുള്ള ഡിഫറൻസ് എന്താ വരിക? 2ന്ന് 1 ഇക്വേഷൻ മൈനസ് ചെയ്യുന്നത്. അപ്പോൾ 6ന്ന് 3 പോയാൽ 3 പെൻസിൽ, 3ന്ന് 4 പോയാൽ മൈനസ് കിട്ടുക, -1 കിട്ടുക അല്ലേ. അപ്പോൾ 3 പെൻസിൽ പ്ലസ് -1 പെൻ സമം 1 കിട്ടുക. നമുക്ക് ഇങ്ങനെ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സാധനം ഇല്ലാതെയാവണം, പെൻസിലോ പെന്നോ ഇല്ലാണ്ടാവണം. ഇവിടെ അങ്ങനെ സാധ്യമല്ല. ഇവിടെ 6 പെൻസിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ 6 പെൻസിലാക്കാൻ പറ്റുമോ നോക്കാം. എങ്ങനെ 6 പെൻസിലാക്കാൻ പറ്റുക? ഈ ഒന്നാമത്തെ ആൾ 2 തവണ കടയിൽ പോയി എന്ന് വിചാരിച്ചോ. He go to the shop 2 times and paid 26 rupees 2 times. അപ്പോൾ എത്ര സാധനം കിട്ടും അയാൾക്ക്? 2 തവണ പോയാൽ 6 പെൻസിലും കിട്ടും, 8 പെന്നും കിട്ടും. അന്നേരം അയാൾ എത്ര പൈസ കൊടുക്കും? 26 ആണോ? 2 തവണ പോയാൽ 26 പിന്നെ 26 52 രൂപ കൊടുക്കും അല്ലേ. അപ്പോൾ 2 തവണ ഇയാൾ പോയാൽ ഈ സാധനവും ഡബിളാവും, പൈസയും ഡബിളാവും. അപ്പോൾ 2 തവണ പോയാൽ എങ്ങനെ ഉണ്ടാവും ഇക്വേഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡബിളാക്കാൻ എന്താ വേണ്ടേ? 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലേ. നമ്മളെ ഇക്വേഷൻ ഇതായിരുന്നേ, ഒന്നാമത്തെ ഇക്വേഷൻ. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. ഇക്വേഷൻ 1 × 2. 3 പെൻസിലിനെ 3നെ മൾട്ടിപ്ലൈ ചെയ്താൽ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 പെൻസിലായി, ഡബിളായി. 4 പെന്ന് 8 പെന്നായി, ഡബിളായി. 26 52ആയി. അപ്പോൾ ഇതിന് ഇക്വേഷൻ 3 എന്ന് കൊടുക്കുക. ഇനി നിങ്ങൾ ഇക്വേഷൻ 2 ഉം 3 നോക്കിയാട്ടെ. ഇവിടെ പെൻസിലിൻ്റെ നമ്പർ ഓഫ് പെൻസിൽ സെയിം ആയി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ ചെയ്തത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഐറ്റം സെയിം ആവണം, നമ്പർ ഓഫ് എനി വൺ ഐറ്റം സെയിം ആവണം. ഒന്നുകിൽ പെൻസിൽ സെയിം ആവണം, അല്ലെങ്കിൽ പെന്ന് സെയിം ആവണം. എന്നാലേ നമുക്കിതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ ഇക്വേഷൻ 1 വേണ്ട. വി ഡു ദിസ് പ്രോബ്ലം യൂസിങ് ഇക്വേഷൻ 2 and 3. ഹിയർ ദ ഗ്രേറ്റർ ഇക്വേഷൻ 3 ആണ്, 27 52. അപ്പോൾ ഇക്വേഷൻ 3ന്ന് ഇക്വേഷൻ 2 മൈനസ് ചെയ്യുക. ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 2. അപ്പോൾ 6 പെൻസിൽ -6 പെൻസിൽ 0 ആയി. അപ്പോൾ പെൻസിൽ എന്ന് പറയുന്ന ഒരു ഐറ്റം ഇല്ലാണ്ടായി. അങ്ങനെ ഇല്ലാണ്ടായാൽ മാത്രമേ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇത് ഇവിടെ പെൻസിലിൻ്റെ കോയഫിഷ്യൻ്റ് സെയിം ആക്കി.
ഈ 8 പെൻ മൈനസ് 3 പെൻ 5 പെൻ. 52 27 മൈനസ് ചെയ്ത 25. അപ്പോൾ 5 പെന്നിൻ്റെ വില 25. അപ്പോൾ ഒരു പെന്നിൻ്റെ വില നിങ്ങൾക്കറിയാലോ, 25 ഡിവൈഡഡ് ബൈ 5 5 കിട്ടും. 25 ഡിവൈഡഡ് ബൈ 5 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു പെന്നിൻ്റെ വില കിട്ടി. പെന്നിൻ്റെ വില എങ്ങനെയാണ് കിട്ടിയത്? പെൻസിൽ എന്ന് പറയുന്ന സാധനത്തെ ഇവിടുന്ന് ഇല്ലാതെയാക്കി, മൈനസ് ചെയ്ത് 0 ആക്കി, പിന്നെ പെന്ന് മാത്രം ബാക്കിയായി. അങ്ങനെ മൈനസ് ചെയ്ത് 0 ആക്കണമെങ്കിൽ ഇവിടെ കോഎഫിഷ്യൻ്റ് സെയിം ആയിരിക്കണം. ഇനി പെന്നിനെ കിട്ടിയല്ലോ. പെന്നിനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞു മീനിനെ ഇട്ടിട്ട് വലിയ മീനിനെ ചൂണ്ടയിടുന്ന പോലെ ഈ പെന്നിനെ ഇട്ടിട്ട് പെൻസിലിനെ പിടിക്കണം. അതെങ്ങനെയാണ്? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ചേർക്കാം. You can choose any equation from these 3 equations. ഇതിലേതാ സിമ്പിൾ ഇക്വേഷൻ നോക്കിക്കോ, നമുക്ക് കണക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഇതല്ലേ? ചെറിയ സംഖ്യ വരുന്നത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നോക്കിയാൽ ഏറ്റവും ചെറുത് ഇവിടെയാണ് വരുന്നത്. ചെറുത് തന്നെ എടുത്തോളണമെന്നൊന്നുമില്ല, ഏറ്റവും വലുത് ചെയ്താലും കിട്ടും. നമുക്ക് കണക്ക് കൂട്ടാൻ എളുപ്പം ചെറിയതിലെടുക്കുന്നതാണ്. അപ്പോൾ പെന്നിൻ്റെ വില എത്രയാണ്? 5 രൂപയാണ്. ഒരു പെന്നിന് 5 രൂപ. അത് ഞാൻ ഇക്വേഷൻ 1 ചേർക്കുകയാണ്. ഇക്വേഷൻ 1 എന്താണ്? 3 പെൻസിൽ പ്ലസ് 4 പെൻ ഈക്വൽ ടു 26. ഇക്വേഷൻ 1 ആണ്. ഇവിടെ പെന്നിൻ്റെ സ്ഥാനത്ത് 5 രൂപയാണ്. അപ്പോൾ 3 പെൻസിൽ പ്ലസ് 4 പെന്നിന് 4 ഇൻറ്റു 5 26. ഇവിടെ 4 ഇൻറ്റു 5 20. ഈ 3 പെൻസിലിൻ്റെ പ്ലസ് 20 അപ്പുറം പോകുമ്പോൾ റൈറ്റ് സൈഡിൽ മൈനസ് 20 ആയി. അപ്പോൾ 3 പെൻസിലിൻ്റെ വില 6 രൂപ. അപ്പോൾ ഒരു പെൻസിലിൻ്റെ വില 6/3 = 2 കിട്ടും. You can easily do this problem. I think all of you understood this very well. If any doubt, please ask me in your WhatsApp group, math group. Thank you, children.